നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇംഗ്ലണ്ടിൽ ഭരണമാറ്റമുണ്ടാകും എന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ ഇന്ത്യൻ വംശജനായ ഋഷി സുനക് പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറേണ്ടി വരും. പക്ഷേ ആ ഒരു വാർത്ത ഇവിടെ ചില സുഡാപ്പികൾ വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ്. ഋഷി സുനക്കിനെയും നരേന്ദ്രമോദിയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവർ പറയുന്നത് എന്ന് മാത്രം. എന്താണ് അവർ അതിൽ കണ്ട ആനന്ദം എന്ന് മനസ്സിലാവുന്നില്ല. ഒരുപക്ഷെ ഇന്ത്യൻ വംശജൻ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി ആയിരിക്കുന്നതാണോ അതോ അയാൾ ഒരു ഹിന്ദു ആയതാണോ ഇവർ ഇത്ര സന്തോഷിക്കേണ്ട ആ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാവുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അവർക്ക് ഇംഗ്ലണ്ടിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ രാഷ്ട്രീയം എന്താണ് എന്നതിനെപ്പറ്റി യാതൊന്നും അറിയില്ല. അവരെ സന്തോഷിപ്പിക്കുന്നത് ഒരു ഇന്ത്യൻ വംശജൻ, അദ്ദേഹം ഒരു ഹിന്ദു കൂടിയാണ്, അയാൾ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയായിട്ട് കുറച്ചു കാലം വരുന്നു, അവിടെ നിന്ന് മാറേണ്ടി വരുന്നു. ഇത് മാത്രമാണ് അവർക്ക് ആകെ അറിയാവുന്ന കാര്യം. അത് വെച്ചിട്ട് അവരങ്ങ് സന്തോഷിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഇംഗ്ലണ്ടിൽ നടന്നത്? ഇംഗ്ലണ്ടിൽ ടോറികൾ തോൽക്കാൻ പോവുകയാണെന്നും അവർ വളരെ പിന്നിലാണെന്നും ബോറിസ് ജോൺസൻ്റെ കാലത്ത് തന്നെ എല്ലാ സർവേകളും പറയുന്നതാണ്. ഏറ്റവും വലിയ ഒരു പ്രശ്നം ഭീമമായി ഉയർന്ന വീട്ടുവാടകയായിരുന്നു. പിന്നെ കോവിഡ് വരുത്തിയ വളരെ ഉയർന്ന ഇൻഫ്ലേഷൻ, അതിനു പുറമെ കോവിഡ് കാലത്തെ സമ്പദ് വ്യവസ്ഥയിലേക്ക് വലിയ പണം വലിയ തോതിൽ ഇഞ്ചക്റ്റ് ചെയ്തത്, പിന്നീട് വരുത്തിവെച്ച ഇൻഫ്ലേഷൻ, UK ഇൻഫ്ലേഷൻ എന്നൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റേറ്റിലായിരുന്നു. പോരാത്തതിന് കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ നിലനിൽക്കുമ്പോൾ അതൊക്കെ കാറ്റിൽ പറത്തി ബോറിസ് ജോൺസൺ നടത്തിയ പാർട്ടികളുടെ കാര്യം കൂടി പുറത്തു വന്നതോടെ ടോറികൾക്കെതിരെ ജനരോഷം ഉച്ചസ്ഥായിയായി. ബോറിസ് ജോൺസന് തന്നെ രാജിവെക്കേണ്ടി വന്നു ഒടുവിൽ. അത് കഴിഞ്ഞ് വന്ന ലിസ് ട്രസ് ചെയ്ത സാമ്പത്തിക ബ്ലണ്ടേഴ്സ് കാരണം അവർക്ക് 2 മാസത്തിൽ കുറവ് സമയത്തിൽ രാജിവെക്കേണ്ടതായിട്ട് വന്നു. ടോറികളുടെ റേറ്റിംഗ് വീണ്ടും ഏറ്റവും താഴേക്കിടയിലേക്കായി. പിന്നീടാണ് ഋഷി സുനക് വരുന്നത്. അതായത് ഋഷി സുനക്കിൻ്റെയും ടോറികളുടെയും വിധി അപ്പോൾ തന്നെ ഏതാണ്ട് എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. ഇനി ലേബർ പാർട്ടിയുടെ വിദേശ നയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ല. ഇസ്രായേൽ വിഷയത്തിൽ അവർ ടോറികളേക്കാൾ എത്രയോ ശക്തിയായി ഇസ്രായേലിനെ പിന്താങ്ങുന്നു. അത് കാരണം സത്യവിശ്വാസികൾ അവരെ തങ്ങൾക്ക് കഴിയുന്ന വിധത്തിൽ 3-4 സീറ്റിൽ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ബ്രെക്സിറ്റിൻ്റെ കാര്യത്തിൽ ഇനി വീണ്ടും ഹിതപരിശോധനയ്ക്കില്ലെന്ന് അവർ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുമുണ്ട്. ആകെക്കൂടെ ഒരു വ്യത്യാസം, കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അവർ ടോറികളുടെ അത്ര തന്നെ കടുംപിടുത്തം കാണിച്ചേക്കില്ല എന്നത് മാത്രമാണ്. അതും ഋഷി സുനക്കിൻ്റെ പേഴ്സണൽ ചോയ്സ് അല്ല, പാർട്ടിയുടെ നയമാണ്. ഇനി ഇറാനിൽ ലോകത്തെങ്ങും ഇസ്ലാം കയറ്റി അയക്കണമെന്ന ആശയക്കാരായ ഗാസയിലും ഇറാഖിലും സിറിയയിലും യമനിലും എല്ലാം പ്രോക്സികളെ വെച്ച് കുഴപ്പമുണ്ടാക്കി സമാധാനം തകർക്കുന്ന സ്വന്തം ജനതയെ അടിച്ചമർത്തുന്ന, കാഴ്ച കളയാനുള്ള ഒറ്റ ഉദ്ദേശത്താൽ മുഖത്തേക്ക് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് 2000 സ്ത്രീകളുടെ 2 കണ്ണിലെയും കാഴ്ച ഇല്ലാതാക്കിയ ഇറാനിലെ മുള്ള ഭരണത്തിന് തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടായിട്ട് ഇവറ്റകൾ ആരെങ്കിലും അതിനെപ്പറ്റി എന്തെങ്കിലും മൊഴിയുന്നതായിട്ട് നിങ്ങൾ കേട്ടോ? അവർ അതൊരു പക്ഷേ ശ്രദ്ധിച്ചു പോലും കാണില്ല. അപ്പോൾ ഈ സുഡാപ്പികളുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ നമുക്കത് തിരിച്ചറിയാൻ പറ്റുന്നത്, ഇന്ത്യക്കാരനായിട്ടുള്ള ഒരു ഹിന്ദു അവിടെ പ്രധാനമന്ത്രിയായിരുന്നത് മാത്രമാണ്. അയാൾ ആ സ്ഥാനത്ത് നിന്ന് മാറുന്നു, അല്ലാതെ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി അവർക്ക് യാതൊരു ഗ്രാഹ്യവുമില്ല. അവരെ ആകെ സന്തോഷിപ്പിക്കുന്ന ഏക കാര്യം, ഒരു ഇന്ത്യക്കാരനായിരുന്ന ഹിന്ദു ബ്രിട്ടനിലെ പ്രധാനമന്ത്രി ആയിരുന്നു, അയാളുടെ സ്ഥാനം പോകുന്നു, അതിൽ അവർ സന്തോഷിക്കുന്നു. എന്തൊരു മനസ്ഥിതിയാണല്ലേ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.